ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മേരിക്കുട്ടി ടീച്ചറും സരസ്വതി ടീച്ചറും തമ്മിൽ കാണുന്ന മനോഹരമായ നിമിഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീണ തൻ്റെ അമ്മയുമായി വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയോട് അന്ന് നടന്ന കല്യാണൊരുക്കത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞി. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും നിൽക്കുന്നതിനിടയിൽ ലില്ലി മാമി ഇന്നേഴ്സിൻ്റെ കാര്യം പറഞ്ഞത് ആകെ നാണക്കേടായി. ഭൂമി പിളർന്നങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ വീണ പറയണ കേട്ട് അതിനെന്താ ഇത്ര ചമ്മാൻ, ഇന്നേഴ്സൊക്കെ എല്ലാവരും ഇടുന്നതല്ലേ, അത് കേൾക്കുമ്പോൾ ഭൂമി പിളരൊന്നും വേണ്ട എന്ന് നിസ്സാരമായി ടീച്ചറമ്മ അതിനെ കാണുമ്പോൾ എല്ലാ അമ്മമാരും ഈ കാര്യത്തിൽ ഒരുപോലെ തന്നെയാണെന്ന് വീണയും പറയുന്നുണ്ട്. ലില്ലി മാമിയെ ഓർക്കുമ്പോൾ ഓരോ സാധനങ്ങളെടുത്ത് പെട്ടിയിലാക്കാൻ പറഞ്ഞത്. പിന്നെ കല്യാണത്തിന്റെ ആദ്യത്തെ സാരി മിഥുൻ സാർ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ കല്യാണത്തിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ജോണേട്ടൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പാചകക്കാരെയൊക്കെ വലിയ മാമ തന്നെയാ സെറ്റ് ചെയ്യുന്നത്. പച്ചക്കറിയൊക്കെ അങ്ങ് മുത്താർമലയെന്ന് കൊണ്ടുവരാമെന്നും പറഞ്ഞു. ഞാനെല്ലാം കേട്ടു കുഞ്ഞി. നമ്മളെ ചിലർക്കായി ഓടിയ ദൂരം നമ്മളില്ലാത്ത സമയത്ത് അവർ നമുക്കായി ഓടും. ഇന്ന് തന്നെ നീ കണ്ടില്ലേ മേരിക്കുട്ടി ഇന്ന് വല്ലാതെ വിഷമിച്ച് ഇറങ്ങിപ്പോയത്. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാനറിയാതെ ഇവിടുന്ന് മേരിയെ വിളിച്ചു. അവളാണെങ്കിൽ അത് കേൾക്കുകയും ചെയ്തു. പക്ഷേ ഒരു തോന്നലാണെന്ന് തോന്നിയിട്ടാവും അവൾ തിരിച്ചുപോയി. കല്യാണത്തിന് അമ്മയുടെ സ്ഥാനത്ത് മേരിക്കുട്ടി ടീച്ചർ ഉണ്ടാവുമെന്ന് വല്യമാമ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ എൻ്റെ കൂടെപ്പിറപ്പ് തന്നെയാ. ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന സമ്മാനം അവള് എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ സങ്കടത്തോടെ കരയാ. കല്യാണത്തിന് മേക്കപ്പ് ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ മേരിക്കുട്ടി ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു. മേക്കപ്പ് കുറച്ചെങ്കിലും വേണമെന്ന് പറഞ്ഞു. മേരിക്കുട്ടി ടീച്ചർ പിന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും തോന്നില്ല അമ്മേ എന്ന് വീണ പറയണ കേട്ട് അതാ ഞാൻ പറഞ്ഞത്, അവൾ എൻ്റെ കൂടെപ്പിറപ്പ് തന്നെയാണെന്ന് ടീച്ചറമ്മ വീണ്ടും പറയുക. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചില ആളുകൾ കടന്നു വരും. അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം മറ്റെന്തോ ആയിപ്പോവുമെന്ന് തോന്നുന്ന ചിലര്, രക്തബന്ധത്തെക്കാൾ മൂല്യമുള്ള ചിലര്. ഇപ്പൊ നിന്റെ കാര്യം തന്നെ നോക്കിക്കേ. നിനക്ക് സഹോദരങ്ങളായിട്ട് ജോണും നീനയും മിഥുനും ഒക്കെ ഇല്ലേ? അമ്മമാരായിട്ട് മേരിക്കുട്ടിയും ലില്ലി ചേട്ടത്തിയും. ഇവരൊക്കെയാ നമ്മുടെ സ്വന്തക്കാര്. മനുഷ്യജാതിയില് സ്നേഹത്തിന്റെ മതമുള്ള കുറെ ചില മനുഷ്യര്. രാത്രിയാവുമ്പോൾ കല്ലു തളത്തിലിരുന്ന് പഠിക്കണ സമയത്ത് ടീച്ചറമ്മയുടെ വോയിസ് മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട്. ചുറ്റിനും ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കല്ലു ആ വോയിസ് മെസ്സേജ് എടുക്കുക. കിടന്നോ കല്ലു? ഉറങ്ങിയില്ലെങ്കിൽ അമ്മമ്മയുടെ അടുത്തേക്കൊന്ന് വരാമോ? അമ്മ കിടന്നിട്ടില്ല. അമ്മ കിടന്ന ഉടനെ വരാമെന്ന് കല്ലു തിരിച്ചും വോയിസ് മെസ്സേജ് അയക്കുക. പിന്നീട് അവൾ അമ്മമ്മയുടെ റൂമിലെത്തുമ്പോൾ അമ്മമ്മയെ കണ്ട് എന്ത് പറ്റി അമ്മമ്മേ, വല്ലാതെ ഡെസ്പായി തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണ കേട്ട് ഞാൻ ഇന്ന് മേരിക്കുട്ടി ടീച്ചർ ഇവിടെ വന്നത് കണ്ടെന്നും തനിക്ക് നല്ല വിഷമായെന്നും തനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, മോളൊന്ന് വിളിച്ചു തരുമോ, അവളുടെ നമ്പർ മോളയിലുണ്ടോ എന്നൊക്കെ ടീച്ചറമ്മ ചോദിക്കണ കേട്ട് കുഞ്ഞ് നേരത്തെ ഉണ്ടാക്കിയ ആ കുടുംബ ഗ്രൂപ്പിലെ അതിൽ മേരിക്കുട്ടി ടീച്ചറെ നമ്പറുണ്ട്, അതിൽ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്ലു ആ നമ്പർ എടുത്ത് മേരിക്കുട്ടി ടീച്ചറെ വിളിക്കുക. കാണുന്ന ടീച്ചറമ്മ അവളോട് തനിക്കൊന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യാമെന്ന് കല്ലുവും സമ്മതിക്കുക. ഉറങ്ങിക്കിടന്നിരുന്ന മേരിക്കുട്ടി ടീച്ചർ ഫോൺ റിങ് ചെയ്യണ ശബ്ദം കേട്ട് അത് തപ്പിപ്പിടിച്ചെടുത്ത് അറിയാത്തൊരു നമ്പർ കണ്ട് കോൾ എടുത്ത് ആരാന്ന് ചോദിക്കുക. അപ്പുറത്തുനിന്ന് ഞാൻ കല്യാണിയാ ടീച്ചറെ, കല്ലു എന്ന് പറയണ കേട്ട് മേരിക്കുട്ടി ടീച്ചർ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേക്കാം. എന്താ മോളെ, എന്തു പറ്റി, എന്താ ഈ സമയത്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേക്കാം. കാര്യമുണ്ട് ടീച്ചറെ, ഞാൻ വീഡിയോ കോളിൽ വരാം, ടീച്ചർ ഒന്ന് കോൾ എടുക്കണേ എന്ന് കല്ലു പറയണ കേട്ട് മേരിക്കുട്ടി ടീച്ചർ വീഡിയോ കോൾ ഓൺ ചെയ്ത് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും കല്ലു ടീച്ചറമ്മയെ കാണിച്ചു കൊടുക്കുക. സരസുവിനെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് പരിഭ്രാന്തിയായി ഒരു താങ്ങിനായി ചുമരിലേക്ക് ചാരി നിൽക്കുന്ന മേരിക്കുട്ടി ടീച്ചറെ കണ്ട് ടീച്ചറമ്മ മേരിക്കുട്ടി ടീച്ചറെ വിളിച്ച് മേരി പേടിക്കണ്ട, പ്രേതമൊന്നുമല്ല, നിന്റെ പഴയ സരസു തന്നെയാ, നീ പറഞ്ഞത് നേരാ, ഞാൻ എങ്ങും പോയിട്ടില്ല എന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഒന്നും പറയാനാവാതെ മേരിക്കുട്ടി ടീച്ചർ തറയിലേക്ക് ഇരുന്ന് എടി സരസു എന്നൊക്കെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ടീച്ചറമ്മയും കല്ലു ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുക. രാവിലെ ആകുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ജോണും ടീച്ചറമ്മയുടെ വീട്ടിലെത്തുന്നുണ്ട്. വലിയമ്മ അവരെ സ്വീകരിക്കാനായി എത്തുക. മേരിക്കുട്ടി ടീച്ചറെ അവിടെ ഇറക്കി വിട്ടിട്ട് താൻ സന്തോഷിൻ്റെ വീട് വരെ പോയിട്ട് വരാം, സന്തോഷ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് ജോൺ അങ്ങോട്ട് പോവുക. എല്ലാവരും അകത്തുണ്ട്, ടീച്ചർ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചറെ അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് വലിയമ്മ അവിടെ ഓരോ പണികളിലേക്ക് തിരിയുക. മേരിക്കുട്ടി ടീച്ചറാണെങ്കിൽ അവിടെ തളത്തിലെത്തുമ്പോഴേക്കും കല്ലു അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എവിടെ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ മോളിലുണ്ട്, ടീച്ചർ അങ്ങോട്ട് പോയിക്കോ, ഇപ്പോൾ അവിടെ ആരുമില്ല, ഞാൻ അങ്ങ് വന്നോളാന്ന് പറഞ്ഞ് കല്ലുവും കൂടെ ചെല്ലുന്നുണ്ട്.
കട്ടിലിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറമ്മ കല്ലു ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഡോർ തുറക്കുമ്പോഴേക്കും കല്ലുവിൻ്റെ കൂടെ മേരിക്കുട്ടി ടീച്ചറേയും കണ്ട സന്തോഷത്തിൽ പുറത്തേക്ക് ഓടിച്ചെന്ന് മേരി എന്ന് വിളിച്ച് മേരിക്കുട്ടി ടീച്ചറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുക. ഇത് കാണുന്ന കല്ലു, നിങ്ങൾ അകത്തേക്ക് പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ആരെങ്കിലും വന്നാൽ സിഗ്നൽ തരാമെന്ന് പറഞ്ഞ് അവരെ റൂമിലേക്ക് പറഞ്ഞു വിടുക. അകത്തു കയറിയ മേരിക്കുട്ടി ടീച്ചർ വീണ്ടും സന്തോഷത്തോടെ ഒന്നും പറയാനാവാതെ സരസുവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുക. ഞാൻ ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഏറ്റവും സന്തോഷമുള്ള ഒരു രാത്രിയായിരുന്നു ഇന്നലെ. മെഴുകുതിരി കത്തിച്ചു വെച്ച് രാത്രി മുഴുവൻ നിന്നെ കിട്ടിയതിന് ഞാൻ കർത്താവിനോട് നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് കരയുക. ഇത് കേട്ട് ആകെ സങ്കടത്തോടെ ടീച്ചറമ്മ, നീ ഇന്നലെ ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടായിരുന്നു. നിനക്ക് ഞാനൊരു കൂട്ടുകാരി മാത്രമല്ല സഹോദരിയാണെന്ന് പറഞ്ഞ് നീ കരഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു. ഞാൻ എല്ലാം മറന്ന് നിന്നെ വിളിച്ചു എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് ഞാനത് കേട്ടടി, പക്ഷേ എൻ്റെ വിഷമം മൂലം അത് തോന്നലാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ കരയുമ്പോൾ ടീച്ചറമ്മ അവരെ കട്ടിലിൽ പിടിച്ചിരുത്തുന്നുണ്ട്. നിന്റെ സങ്കടം കണ്ട ശേഷം എനിക്ക് വല്ലാത്തൊരു പിടച്ചിലായിരുന്നു, അതാ ഞാൻ രാത്രി തന്നെ കല്ലുവിനെ കൊണ്ട് വിളിപ്പിച്ചത്. ടീച്ചറമ്മ പറയുമ്പോഴേക്കും ആ റൂമൊന്ന് ആകെ നോക്കിയിട്ട്, എന്താടി ഇതൊക്കെ, എന്താ കഴിഞ്ഞ ഒരു വർഷം നടന്നത്, അന്ന് നീ കന്യാകുമാരിയിൽ നിന്ന് എങ്ങോട്ടാ പോയതെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ടൂറിൻ്റെ കാര്യം കൃഷ്ണചന്ദ്രൻ സാറിന് അറിയാമായിരുന്നു എന്ന് സരസ്വതി ടീച്ചർ പറയുന്നുണ്ട്. അത് സാറെങ്ങനെ അറിഞ്ഞു എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ സാർ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് സാർ എന്നെ വിളിക്കുമെങ്കിലും ഞാൻ ഭയന്ന് ഫോൺ എടുക്കുമായിരുന്നില്ല. അന്ന് അവാർഡ് കിട്ടിയതറിഞ്ഞും സാർ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ പേപ്പറുമായി വന്ന് അവാർഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ കോൾ വന്നിട്ട് ടീച്ചറമ്മ എടുക്കുന്നതൊക്കെ ടീച്ചർ അവിടെ ഇരുന്ന് ആലോചിക്കുക. പിന്നീട് പലപ്പോഴും കൃഷ്ണചന്ദ്രൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരുടെ അച്ഛൻ്റെ കാര്യം തനിക്കറിയില്ലേ, അയാൾ എൻ്റെ ചുറ്റുമുള്ളത് എനിക്കൊരു ഭയമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാറില്ലായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ കന്യാകുമാരിയിലെത്തി നിങ്ങളെല്ലാം ബോട്ടിങ്ങിന് പോയ സമയത്ത് സാർ എന്നെ പിന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ കോൾ എടുത്തു. എല്ലാവരും കൂടി ബോട്ടിങ്ങിന് പോണ സമയത്ത് ടീച്ചറമ്മയ്ക്ക് കോൾ വരുന്നതും മേരിക്കുട്ടി ടീച്ചറോട് വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞ് ഒരു ഓട്ടോയിൽ കയറി പോകുന്നതും പിന്നീട് അവർ രണ്ടുപേരും ഒരു ഹോട്ടലിലിരുന്ന് ചായ കുടിക്കുന്നതും അപ്പോഴവിടേക്ക് ഒരു സന്യാസി വരുന്നതുമെല്ലാം ടീച്ചറമ്മ ഓർത്തെടുക്കുക. രണ്ടാളുടെയും മനസ്സ് ശാന്തമല്ലെന്നും രണ്ടായ വഴികൾ ഒന്നു ചേരാൻ മണികെട്ടി മലയിൽ പോയി മണികെട്ടാൻ ആ സന്യാസി പറഞ്ഞതനുസരിച്ച് അവർ മണികെട്ടി മലയിലേക്ക് പോവാൻ തീരുമാനിക്കുക. സ്റ്റാൻഡിൽ നിന്ന് മണികെട്ടി മലയിലേക്കുള്ള ജീപ്പ് കിട്ടി. അവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ടായിരുന്നു മണികെട്ടി മലയിലേക്ക്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ജീപ്പ് നല്ല വേഗത്തിലായിരുന്നു പോയിരുന്നത്. ഒരു വളവ് തിരിഞ്ഞപ്പോഴേക്കും ഒരു ലോറി പാഞ്ഞു വന്നതേ ഓർമ്മയുള്ളൂ. മാസങ്ങളോളം എനിക്ക് ബോധമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഞാൻ മരിച്ചു എന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. മരണം പോലെ കറുത്ത ഇരുട്ടിൽ ഒന്നും അറിയാതെ മാസങ്ങളോളം കിടന്നു. കൃഷ്ണചന്ദ്രൻ സാറും പരിക്കുകളോടെ അന്നവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് ബോധം വന്ന് നോക്കിയപ്പോഴും സാർ അവിടെ ഇല്ലായിരുന്നു. സാർ എന്നെ എന്തുകൊണ്ടാണ് അവിടെ ഇട്ടിട്ട് പോയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല. ഞാൻ നാട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണചന്ദ്രൻ സാർ എന്നെ തിരഞ്ഞ് ഇവിടെ വന്നിരുന്നു. ഞാൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞ് മഹേഷ് സാറിനെ പറഞ്ഞു വിട്ടു എന്നൊക്കെ ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്തൊക്കെയാണ് നീ പറയുന്നത്, എനിക്ക് കേട്ടിട്ട് തന്നെ വിറയ്ക്കുക എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴാണ് ആരോ മുകളിലേക്ക് വരുന്നത് കണ്ട കല്ലു ഡോറിൽ മുട്ടുന്നത്. അമ്മാമ്മേ അമ്മാമ്മേ എന്ന് കല്ലു വിളിക്കണ കേട്ട് കല്ലുവിൻ്റെ ശബ്ദമാണല്ലോ, എന്തോ പ്രശ്നമുണ്ട്, നീ ചെല്ലെന്ന് പറഞ്ഞ് സരസു മേരിക്കുട്ടി ടീച്ചറെ അവിടെ നിന്ന് പറഞ്ഞയക്കുക. പിന്നീട് വീണ റൂമിലിരിക്കുമ്പോൾ കല്ലു വന്ന് മേരിക്കുട്ടി ടീച്ചർ കുഞ്ഞെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ടീച്ചർ വന്നോന്ന് വീണയും ചോദിക്കുക. എത്തിയല്ലോ, എത്തുക മാത്രമല്ല അമ്മാമ്മയെ കാണുകയും ചെയ്തു. ഗംഭീര ഫ്ലാഷ് ബാക്കും കഴിഞ്ഞു. ഇത് കേൾക്കുന്ന വീണ അമ്പരപ്പുഴ അമ്മയെ കണ്ടോ, അതെങ്ങനെ എന്ന് ചോദിക്കണ കേട്ട് ഇന്നലെ രാത്രി അമ്മാമ്മ എനിക്കൊരു വോയിസ് ഇട്ടു, മുകളിലേക്കൊന്ന് ചെല്ലാമോന്ന് ചോദിച്ചിട്ട്. എല്ലാവരും കിടന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ മുകളിലേക്ക് പോയി. അന്നേരം അമ്മാമ്മ മേരിക്കുട്ടി ടീച്ചറെ ഒന്ന് വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു. വീഡിയോ കോളിൽ അമ്മാമ്മയെ നേരിട്ട് കണ്ട് മേരിക്കുട്ടി ടീച്ചർക്ക് ശരിക്കും കിളി പോയി. കേൾക്കുന്ന വീണ അമ്പരപ്പോടെ ഇവിടെ ഞാൻ പോലും അറിയാതെ എന്തൊക്കെ ഈ നടക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഇന്നലെ കണ്ടതിൻ്റെ അതേ ചൂടിൽ ഇന്ന് രാവിലെ നേരിട്ട് വന്ന് കണ്ടു. കുറെ നേരം അമ്മാമ്മയോട് സംസാരിച്ചു. ഞാൻ മുകളിലത്തെ റൂമിൻ്റെ അവിടെ നിന്ന് കറങ്ങുന്നത് പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേരിക്കുട്ടി ടീച്ചറെ പറഞ്ഞു വിട്ടു. ഇത് കേൾക്കുന്ന വീണ സങ്കടത്തോടെ തനിക്കൊന്ന് അമ്മയെ കാണണമെന്ന് കല്ലുവിനോട് പറയണ കേട്ട് ഇന്നിനി നടക്കില്ല, പലരും അവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് കല്ലു പറയുമ്പോഴേക്കും ഇപ്പം നീയാണല്ലോ മുകളിലത്തെ ജില്ല DGP എന്ന് വീണ പരിഭവത്തോടെ പറയുന്ന കേട്ട് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞാ, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങ് ചെന്ന് കയറിക്കൊടുക്ക്. കല്ലു ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് എൻ്റെ വിഷമം മനസ്സിലാവില്ല
നിന്റെ കല്യാണത്തിന് നിന്റെ അമ്മ അടുത്തില്ലാതായാലേ ആ വിഷമം മനസ്സിലാവുള്ളൂ എന്ന് വീണ പറയണ കേട്ട് ആ സമയത്ത് എൻ്റെ അമ്മ കൂടെ ഇല്ലെങ്കിൽ അത്ര ആശ്വാസം, അന്നേരം അതിനെ പിടിച്ച് ആരെങ്കിലും ഒരു റൂമിൽ പൂട്ടിയിട്ടാൽ മതിയായിരുന്നു എന്ന് കല്ലു വെറുപ്പോടെ പറയണ കേട്ട് എന്തു വാടി ഇതെന്ന് വീണ ചിരിയോടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് മഹേഷും രാധയും രേണുവും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തളത്തിലെ കൈവരിയിൽ വിഷ്ണു ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. വീണയെ അടുത്തു തന്നെ നിൽപ്പുണ്ട്. അച്ഛനെ കല്യാണത്തിന് വിളിക്കാത്തതിനെ ചൊല്ലി വീണയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധ. അന്ന് കല്യാണത്തിന് ലെറ്റർ അടിക്കുമ്പോഴേ ഞാൻ സൂചിപ്പിച്ചതാ, അന്ന് ഇവള് ചാടിത്തുള്ളി നിന്നു എന്ന് വീണയെക്കുറിച്ച് പറയുമ്പോൾ വീണ ദേഷ്യത്തോടെ അന്ന് കല്യാണത്തിന് ലെറ്റർ അടിച്ചെന്നേ ഞാൻ പറഞ്ഞതാ, എൻ്റെ കല്യാണത്തിന് അയാൾ വരേണ്ട കാര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു ബന്ധവും ഇല്ല, എനിക്ക് ഓർമ്മയാവുന്നതിന് മുന്നേ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയ ആളല്ലേ, അങ്ങനെ ഒരാളെ എന്ത് ബന്ധത്തിന്റെ പേരിലായിപ്പോ ഇങ്ങോട്ട് വലിച്ചെടുത്തോണ്ട് വരാൻ പോകുന്നത്, എനിക്കിത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വീണ ഒച്ച വയ്ക്കുമ്പോഴേക്കും കേൾക്കുന്നതിന് മുന്നേ വെറുതെ ചാടിത്തുള്ളരുത്, നിന്റെ കല്യാണത്തിന് അച്ഛനും ഇല്ല അമ്മയുമില്ല, അച്ഛൻ മരിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ, എന്തു പറഞ്ഞാലും ആ ബന്ധം അറ്റുപോവേയില്ല, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മൾ പക്ഷം പിടിക്കണോ എന്ന് രാധ ചോദിക്കണ കേട്ട് ഈ നാട്ടിലെ അച്ഛനും അമ്മയും ഇല്ലാത്ത പിള്ളേരുടെ കല്യാണം നടക്കുന്നില്ലേ, രാധേച്ചിക്ക് അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും, പക്ഷേ എനിക്ക് തിരിച്ചറിവായ കാലം തൊട്ടേ അച്ഛൻ മരിച്ചതാ എന്ന് വീണ വീണ്ടും ദേഷ്യത്തോടെ പറയണ കേട്ട് കല്യാണക്കത്തിൽ അച്ഛൻ്റെ പേര് വയ്ക്കാത്തതിനെ ചൊല്ലി തന്നെ നാട്ടിൽ സംസാരമുണ്ട്, ഇനിയും അതും പറഞ്ഞ് ആൾക്കാർ ചിരിക്കും, അച്ഛൻ വന്നാൽ അതൊഴിവാവും, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അതിന് നിനക്ക് ഇത്രയ്ക്ക് അങ്ങ് പൊള്ളേണ്ട കാര്യമുണ്ടോ എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും എനിക്ക് പൊള്ളും, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ യാതൊരു ഇടപെടലുകളും നടത്തിയിട്ടില്ലാത്ത ആ മനുഷ്യനെ ഇങ്ങ് കെട്ടിയെഴുന്നള്ളിച്ചോണ്ട് കൊണ്ടുവന്ന് അയാളുടെ കാല് പിടിച്ചോണ്ടുള്ള കല്യാണമൊന്നും എനിക്ക് വേണ്ട എന്ന് വീണ തീർത്തു പറയുമ്പോഴേക്കും വീണ് കിടന്നാലും നെകളിപ്പിന് ഒരു കുറവുമില്ല എന്ന് രാധ വീണ്ടും പറയണ കേട്ട് വീണ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് വിഷ്ണുവേട്ടാ, ഞാൻ കല്യാണ ലെറ്റർ അടിച്ചന്നേ പറഞ്ഞതല്ലേ, ഇക്കാര്യത്തിൽ എന്നോട് തർക്കിക്കാൻ വരരുതെന്ന്, പിന്നെ എന്തിനാ ഈ രാധേച്ചി ഈ കാര്യവും പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നത്, ഇത് വലിയ കഷ്ടാ കേട്ടോ എന്ന് വീണ പറയുമ്പോഴേക്കും വിഷ്ണു അവിടെ ഇരുന്ന് രാധയെന്ന് വിളിച്ച് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും രാധ ഇരുന്നിടത്തുനിന്നും എണീറ്റ് വന്ന് വിഷ്ണുവേട്ടാ, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടരുത്, എന്നോട് ഈ കാര്യം പറയാൻ നിനക്കെന്തിനാ വിഷ്ണുവേട്ടൻ്റെ വക്കാലത്ത്, എന്തു പറഞ്ഞാലും എതിർക്കുന്ന നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ശരിയല്ല, ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നോർത്ത് ഇങ്ങനെ ചാടിത്തുള്ളാതെ മര്യാദയ്ക്കൊന്ന് സംസാരിക്കേ എന്ന് രാധ ഒച്ച വയ്ക്കുമ്പോൾ എനിക്കിതിൽ എന്താലോചിക്കാനാ, ഈ കാര്യം ആവശ്യമില്ലാതെ എന്നോട് ഇനിയും സംസാരിച്ചുകൊണ്ട് വന്ന എൻ്റെ അടുത്തൊന്ന് ഇത്രയും മര്യാദയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് രാധയോട് തീർത്ത് പറഞ്ഞുകൊണ്ട് വീണ അവിടുന്ന് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ കല്യാണത്തിന് അച്ഛനെ വിളിക്കാൻ രാധേച്ചി പറഞ്ഞത് വീണ വല്യമ്മയോട് പോയി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വല്യമ്മ ദേഷ്യത്തോടെ വന്ന് രാധയും മഹേഷിനെയും ചോദ്യം ചെയ്യുന്നതും വല്യമ്മയുടെ സങ്കടം കണ്ട് അമ്മ ജീവിച്ചിരിപ്പുള്ള കാര്യം വല്യമ്മയോട് പറഞ്ഞാലോ എന്ന് വീണ ചോദിക്കുന്നതും ടീച്ചറമ്മ അത് സമ്മതിക്കുമ്പോൾ കുഞ്ഞി ആ കാര്യം വല്യമ്മയോട് പറയുന്നതുമൊക്കെയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.